ഒട്ടോമൻ ഭരണത്തിന് കീഴിൽ സർവ്വമത വിശ്വാസികളും സമാധാനത്തിൽ കഴിഞ്ഞു വന്നിരുന്ന ഒരു ദേശമായിരുന്നു ഫലസ്തീൻ. അത്തരമൊരു രാജ്യത്തേക്ക് ആത്മരക്ഷാർത്ഥം കടന്നുവന്ന ജൂത സമൂഹത്തിനും അവർ ഊഷ്മളമായ സ്വീകരണം നൽകി. അതിഥികളായി എത്തിയവർ പിന്നീട് രാജ്യത്തിൻ്റെ ഭരണാധികാരം കൈയടക്കുന്നതോടെയാണ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഫലസ്തീൻ അഭിമുഖീകരിക്കുന്നത് കേവലമൊരു കടുത്ത യുദ്ധം മാത്രമാണ്. ഞാൻ പറയുന്നു, ഫലസ്തീൻ രാഷ്ട്രം അവരുടെ ചരിത്ര നിർമ്മിതിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന്. രക്തം മഷിയാക്കി അവർ തങ്ങളുടെ ചരിത്രം ഓരോ നിമിഷവും രചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം. ലോകത്തിൻ്റെ വ്യത്യസ്തമായ കോണുകളിൽ പ്രവർത്തിച്ചു വരുന്ന ചില മ്യൂസിയങ്ങളെക്കുറിച്ച് പറയാം. മനുഷ്യരെ പീഡനപർവങ്ങളേറ്റിയ, രക്തത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധം സുരിക്കുന്ന കടുകടുത്ത പീഡന കേന്ദ്രങ്ങളായിരുന്ന ചില ഇടങ്ങൾ. കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിൻ്റെ നിത്യസ്മാരകമായ കംബോഡിയയിലെ ടുവോൾസ്ലങ് ജനസൈഡ് മ്യൂസിയം. പോൾപോട്ടിൻ്റെ കമറൂഷുകൾ മനുഷ്യരെ കശാപ്പ് ചെയ്യാനായി നിർമ്മിച്ച ടോർച്ചർ ഹൗസ് ഇന്ന് ടോർച്ചർ ഹൗസ് മ്യൂസിയം എന്നറിയപ്പെടുന്നു. ജൂത സമൂഹത്തിൻ്റെ കണ്ണീരിൻ്റെ കഥ പറയുന്ന നെതർലൻഡിലെ ആൻ ഫ്രാങ്ക് മ്യൂസിയവും പോളണ്ടിലെ ഓസ്റ്റുവിസ്റ്റ് ക്യാമ്പ് മ്യൂസിയവും ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ഹോളോകോസ്റ്റ് മെമ്മോറിയൽ മ്യൂസിയവും പറയുന്നതും മറ്റൊരു കഥയല്ല. മനുഷ്യാർപ്പിവിളികൾ തളം കെട്ടി നിൽക്കുന്ന ആ സ്ഥലങ്ങൾ ഇന്ന് സഞ്ചാരികൾക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന നിത്യ സ്മാരകങ്ങളാണ്. അവരുടെ കണ്ണീരിൻ്റെ കഥ പറയുന്ന ആ കേന്ദ്രങ്ങൾ ഇന്നത്തെ ജനതയ്ക്ക് തങ്ങളുടെ സഹോദരങ്ങൾ കടന്നുവന്ന അതിതീക്ഷണമായ അവസ്ഥാപരിണിതികളുടെ ചരിത്രമുറങ്ങുന്ന ഇടങ്ങളാണ്. ഫലസ്തീൻ തടവറകളിൽ തുല്യതയില്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്ന ഫലസ്തീൻ പോരാളികളെ കാണുമ്പോൾ, ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുന്ന ഫലസ്തീൻ മണ്ണിൽ നിരന്തരം തീയുമായി വർഷിക്കുന്ന അധിനിവേശ സൈനികരെ കാണുമ്പോൾ, ഫലസ്തീൻ മക്കൾ ഒരു വലിയ മ്യൂസിയം നിർമ്മിക്കുന്നതിൻ്റെ തിരക്കിലാണെന്ന് തോന്നിപ്പോകുന്ന ഒരു വലിയ മ്യൂസിയം.